കല്യാശ്ശേരി MLA എം വിജിൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നേരിട്ട് ഈ സ്ഥലത്ത് ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടുണ്ട്. ഇപ്പോൾ എം വിജിൻ MLA തന്നെ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ അവിടെ രക്ഷാദൗത്യം നടത്തുന്നത്? അവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ 4 പോയിന്റുകൾ നമ്മൾ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇന്ന് പ്രധാനമായും മെറ്റൽ ഡിറ്റക്ടറിൽ ഏറ്റവും പ്രധാനമായി സാന്നിധ്യമുണ്ട് എന്ന് കണ്ട ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 കാരണങ്ങളാണ്. ഒന്ന്, മെറ്റൽ ഡിറ്റക്ടറിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മറ്റൊന്ന്, മത്സ്യത്തൊഴിലാളി കണ്ടിരുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കൂടി വെച്ചുകൊണ്ടാണ് ഈ പോയിന്റിൽ പ്രത്യേകമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. അവിടെ മൺകൂനയിലും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ 3 ബോട്ടുകൾ, നേവിയുടെ ബോട്ടുകൾ, കരയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ആങ്കറിങ് ചെയ്തുകൊണ്ട് ഡൈവ് ചെയ്യുകയാണ്. ഇവിടെ 8 മത്സ്യത്തൊഴിലാളികൾ, അവരുടെ നേരത്തെ പറഞ്ഞ ഈശൽ മൻപയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, അവർ വളരെ വിദഗ്ധമായിട്ട് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ 3 തവണയാണ് ഡൈവ് ചെയ്തത്. 2 തവണ ഡൈവ് ചെയ്തു, ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല എന്നാണ് മറുപടി ലഭിച്ചത്. 3-ാം വട്ടം ഡൈവ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബെൽറ്റ് അഴിഞ്ഞു പോയി ഒരു 50 മീറ്ററോളം ദൂരത്തിൽ അദ്ദേഹം ഒഴുകിപ്പോകുന്ന നിലയുണ്ടായത്. സ്വാഭാവികമായിട്ട് ഒഴുക്കിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ തിരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. ഇന്ന് കാലാവസ്ഥ പ്രതികൂലമല്ല, മഴയോ പ്രശ്നങ്ങളോ ഇന്ന് ഉണ്ടായില്ല. പക്ഷേ എങ്കിൽ പോലും പുഴയിലെ ഒഴുക്ക് അത് ശക്തമായി തന്നെ തുടരുകയാണ്. ജലനിരപ്പ് ഇന്നലത്തേക്കാൾ പുഴയിൽ താഴ്ന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒഴുക്കിൽ മാറ്റമില്ല എന്നുള്ളത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ അവരാണ് ഇന്ന് പ്രധാനമായും നേവിയുടെ കൂടി സഹായത്തോട് അവരാണ് ഇന്ന് പ്രധാനമായും പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ച് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഈശ്വർ മൻപെ എന്ന് പറയുന്ന അദ്ദേഹം ഒരുപാട് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞ 100-ലധികം ഓപ്പറേഷനിൽ പങ്കെടുത്ത ആളാണ്. അങ്ങനെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഡൈവ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അതേ ഫോക്കസിൽ തന്നെ മറ്റൊരു പോയിന്റിൽ എന്ന രീതിയിലാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഏതായാലും ആ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ദിട്ടയ്ക്ക് താഴെയാണ് പരിശോധിക്കുന്നത് അല്ലെ? ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് അത് ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ച മന്ദിട്ടയ്ക്ക് താഴെ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആത്മവിശ്വാസം ഇന്ന് രാവിലെ അവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ രക്ഷാദൗത്യത്തിൽ ആകെ അത് പ്രതിഫലിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായും അവിടെ ഇന്നലെ ഞാനിപ്പോൾ ഇന്നു മുതലാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൽ ജോയിൻ ചെയ്തത്. ഇന്നലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ലിൻഡോ MLAയും സച്ചിൻ MLAയും ഇപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് ഇന്നലെ നിന്ന് ഒരു വ്യത്യസ്തമായൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ മൻപയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പ്രതികരണം അത് നമുക്ക് ഇനിയും പോവാം, ഈ കാലാവസ്ഥയുടെ പ്രശ്നമില്ല എന്നുള്ളതിലേക്കാണ്. അപ്പോൾ അവരേതായാലും ആ ഒരു ആഗ്രഹത്തിലാണ്, ആ ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏതെങ്കിലും തരത്തിൽ എന്നുള്ള ഒരു ചർച്ച പൊതുവിൽ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം, പ്രതീക്ഷയോടെ നമുക്ക് കാത്തു നിൽക്കാം. ഈ പുഴയിലെ അടിയൊഴുക്ക്, അതോടൊപ്പം തന്നെ ഈ വിസിബിലിറ്റിൻ്റെ ഒരു പ്രശ്നം, കലങ്ങി മറിഞ്ഞാണ് പുഴ ഒഴുകുന്നത്, അത് പ്രശ്നമല്ല എന്നാണോ അവർ പറയുന്നത്? അല്ല, ഈ നേരത്തെ ഇത് ഒരു വലിയ പ്രശ്നമായി നിന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ മത്സ്യത്തൊഴിലാളികൾ 8-അംഗ സംഘമാണ് ഈ ഈശ്വര മൻപയുടെ നേതൃത്വത്തിലുള്ള സംഘം. അപ്പോൾ അദ്ദേഹം നേരത്തെയുള്ള അനുഭവത്തിൽ പറയുന്ന ഇത്തരത്തെ നിരവധി സാഹചര്യങ്ങൾ അദ്ദേഹം നേരത്തെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഡൈവിംഗ് നടക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ പ്രതികൂലം തന്നെയാണ് ഈ ഒഴുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോപ്പ് അഴിഞ്ഞ് ഒഴുകി പോകുന്ന നില വരെ ഉണ്ടായി. അപ്പോൾ പ്രതികൂലമായിട്ട് തന്നെയാണ് ഈ ഒഴുക്ക് നിൽക്കുന്നത്. അത് ശക്തമായി ഒഴുക്ക് നിൽക്കുന്നു എന്നുള്ളത് ഈ പ്രവർത്തനത്തെയെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ആങ്കറിങ് കൊടുക്കുന്ന പ്രവർത്തനം, കാര്യങ്ങൾ ഒക്കെ പ്രതികൂലമായി അത് ബാധിക്കുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.